ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രാമശ്ശേരിയിലേക്കാണ്. പാലക്കാട്ടിൻ്റെ ഫേമസായ ഇഡ്ഡലിക്കടകളുള്ള രാമശ്ശേരി. അപ്പോൾ നമ്മൾ വരുമ്പോൾ നല്ല തിരക്കായിരുന്നു അവിടെ. അമ്പലത്തിലൊക്കെ ഒന്ന് തൊഴുത്, അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കടയുള്ളത്. ഇവരൊരു 150 വർഷത്തിന് മുകളിലായി ഈ കട നടത്തുന്നു. ഇവരുടെ പരമ്പരയായിട്ട് നടത്തുന്ന കടയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നുകൊണ്ട് നമ്മളൊന്ന് കിച്ചൺ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ചേച്ചി അവിടെ ബിസിയായി ഇഡ്ഡലി ചുട്ടുകൊണ്ടിരുന്നു. ഒരു 3 പാർട്ടായിട്ടാണ് ചുട്ടുകൊണ്ടിരുന്നത്. ഒരു പാർട്ടിൽ 3 ഇഡ്ഡലി ചുടാം. ഒരു മൺചട്ടി അച്ചെടുത്ത് അതിലാണ് ഇവർ ഈ ഇഡ്ഡലി ചുടുന്നത്. ഇഡ്ഡലി ചുട്ട ശേഷം അത് പ്ലാച്ചി ഇലയിലിട്ട് വയ്ക്കും. എന്നിട്ട് അടുത്ത ഇഡ്ഡലിക്ക് മാവ് ഒഴിച്ച് അത് ക്ലോസ് ചെയ്ത് എടുക്കുമ്പോഴേക്കും ഈ പ്ലാച്ചി ഇലയിൽ നിന്ന് ഇഡ്ഡലി തിരിച്ച് പാത്രത്തിൽ നിന്ന് ആക്കും. പാത്രത്തിലാക്കിയ ശേഷം അടുത്ത ഇഡ്ഡലി എടുക്കും. ഇതാണ് ഇവരുടെ ഒരു പ്രൊസീജിയർ. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച കേട്ടോ ഇഡ്ഡലി കുക്ക് ചെയ്യുന്നത്. ഇഡ്ഡലി എന്ന് പറയാൻ പറ്റില്ല, ഒരു ദോശയും ഒരു ആപ്പത്തിൻ്റെയൊക്കെ ഒരു സ്റ്റൈലാണുള്ളത് ഇഡ്ഡലിക്ക്. നല്ല വൃത്തിയുള്ള അടുക്കളയാണ് ഇവരുടെ. നല്ല നീറ്റായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ദിവസം 2000 to 3000 ഇഡ്ഡലി വരയ്ക്കും ഇവർ ചുടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നല്ല ഭംഗിയാട്ടോ കാണാൻ. ഇവരുടെ കിച്ചണും ശരി, ഇവരുണ്ടാക്കുന്ന രീതിയും നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ചമ്മന്തിയാണ്. നല്ല കട്ടിയുള്ള ചമ്മന്തിയാണ്. പിന്നെ ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഇഡ്ഡലിപ്പൊടി, എണ്ണ, സാമ്പാർ, പിന്നെ തേങ്ങാ ചട്നി, ഉള്ളിച്ചമ്മന്തി എല്ലാം ഇവിടുത്തെ സ്പെഷ്യലാണ്. ചൂടോടുകൂടി ഇഡ്ഡലി കിട്ടും. അതാണ് ഇവിടെ ഉള്ളൊരു സ്പെഷ്യൽ. എന്താ കാര്യം പറഞ്ഞാൽ അവർ ചുട്ട് വെക്കുന്നില്ല. എന്താ പറഞ്ഞാൽ ചുടുമ്പോഴേക്കും ആൾക്കാരിങ്ങനെ ലൈനിൽ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തീരും. അതുകൊണ്ട് നല്ല ചൂടോടുകൂടി തന്നെ കിട്ടും. എല്ലാ വിഭവങ്ങളും നല്ല ടേസ്റ്റാട്ടോ അവിടെ. ഈ ചേച്ചി കുറേ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അതൊക്കെ അവിടെ അവർ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാലക്കാട് വന്നാൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്ഥലമാണ്. അധികം ദൂരമില്ല. നമ്മുടെ പാലക്കാട് ടു പൊള്ളാച്ചി റോഡിലാണുള്ളത്. ഭഗവതി അമ്പലത്തിൻ്റെ അടുത്താണുള്ളത്. സരസ്വതി ടീ സ്റ്റാൾ എന്ന് പറയും. അവിടെയാണ് ഞങ്ങൾ പോയി കഴിച്ചത്. ഇവിടെ നിറയെ ഇഡ്ഡലി കടകളുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് പോലെ തന്നെ എല്ലാ രാമശ്ശേരി ഇഡ്ഡലി കടകളാണ് മൊത്തം. നമ്മൾ പോകുമ്പോൾ തന്നെ കാണാൻ നിറയെ ഇഡ്ഡലി കടകളുണ്ടാവും. ഞങ്ങൾ പക്ഷേ ട്രൈ ചെയ്തത് അമ്പലത്തിൻ്റെ അടുത്തുള്ള സരസ്വതി ടീ സ്റ്റാളിലായിരുന്നു.